ശരി, ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ CPM പ്രതിനിധികളില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചല്ലോ. നമുക്ക് ഇടത് നിരീക്ഷകനായ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനാണ് നമ്മോടൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, പാർട്ടി സഖാക്കൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യമാണ്. ഇങ്ങനെ പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പറയുന്ന സഖാക്കളാണ്, ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ പറയുന്ന അഭിപ്രായങ്ങളാണ്. എന്താണ് സംഭവിക്കുന്നത്? ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ ആരോപണങ്ങൾ, പോലീസിനെതിരെ അതിശക്തമായ നിശിതമായ വിമർശനങ്ങളാണ് ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. അൻവർ പറഞ്ഞത് കേൾക്കണം, അൻവറിൻ്റെ വിപ്ലവത്തിൽ പ്രതീക്ഷ വേണം എന്നുള്ള പ്രതികരണങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. എന്തിലേക്കുള്ള പോക്കാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ? PV അൻവർ പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണിയും ഗവൺമെൻറ്റും കാണുന്നത്. വളരെ ഗുരുതരമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ബഹുമാനപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ, അതായത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ഗവൺമെൻറ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിനകത്ത് ചില പോരായ്മകളുണ്ടെന്നുള്ളതിനകത്ത് ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ ചോദിക്കാനുള്ളത്. ഒന്ന്, PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളെല്ലാം നിങ്ങൾ അതേപടി വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ PV അൻവർ വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലോടെ കൊണ്ടുവന്നിരുന്നു. ഈ അജിത് കുമാറിനെ സ്വാധീനിച്ച് സോളാർ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാഗം രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ശ്രമിച്ചിരുന്നു എന്ന് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട്? PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ പല പ്രാവശ്യം ചർച്ച ചെയ്തത്, PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ഞങ്ങൾ തന്നെ പലർക്കും അതിനകത്ത് പരിപൂർണമായ വിശ്വാസമില്ല. പിന്നീട് ഒരു വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ, ആരോപണങ്ങൾ വരുമ്പോൾ, ഉന്നതതലത്തിലുള്ള ആരോപണം, ചെറിയ ആരോപണമല്ല, ADGPക്കെതിരെ ആരോപണം, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം എന്ന് പറഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ആരോപണം. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന രേഖകൾ വേണം. ഇവിടെ എന്ത് എവിഡൻസാണ് വന്നിട്ടുള്ളത്? എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് എന്ന് PV അൻവർ പറയുന്നു. എന്തിന് MR അജിത് കുമാർ പോലും ചില രേഖകളുണ്ടെന്ന് അദ്ദേഹം രഹസ്യമായ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ എവിഡൻസുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം. ഈ പരാതി ഉന്നയിക്കുന്നത്, പോലീസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാതി ഉന്നയിക്കുന്ന ആൾ മുഴുവൻ തെളിവുകളും രേഖകളും കൊണ്ടുവരണമെന്നാണോ? ഇവിടെ അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്, അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അന്വേഷണത്തിന് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം എന്താണ്? ADGPക്ക് കീഴിലുള്ള 2 ഉദ്യോഗസ്ഥർ, ADGPക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ADGPക്കെതിരെ റിപ്പോർട്ട് നൽകുമോ? ഏത് രൂപത്തിലാണ് അന്വേഷണം? ക്രൈം അന്വേഷിക്കുന്ന രീതിയിലാണോ? ആഭ്യന്തര വകുപ്പിൽ നിന്നാണോ ഉത്തരവുണ്ടായിട്ടുള്ളത്? അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മോൻസ് മാവുങ്കൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്മൃതിക്ക് എന്നെക്കാൾ നല്ലപോലെ അറിയാമല്ലോ. IG ലക്ഷ്മണയ്ക്കെതിരെയായിരുന്നു ആ കേസ് വന്നത്. അത് ആരാ അന്വേഷിച്ചത്? ക്രൈംബ്രാഞ്ച് SP ആണ് അന്വേഷിച്ചത്. അപ്പോൾ അന്വേഷണമല്ല പ്രശ്നം, അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നുള്ളതാണ്. അന്വേഷിക്കുന്ന ആർക്കും അന്വേഷിക്കാം. ADGP എന്ന് പറയുമ്പോൾ DGPയുമായി റാങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേ റാങ്കിലുള്ളവരാണ് ഇവരെല്ലാവരും. അപ്പോൾ അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥൻ വേറെ ഇല്ല. ADGPക്ക് മുകളിൽ വരുന്ന DGP മാത്രമേ ഉള്ളൂ. അത് ശരിക്കും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ട്. ഇല്ല, ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ അക്കാര്യം തർക്കിക്കുന്നില്ല സ്മൃതി. പക്ഷേ അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ അത് നിങ്ങൾ തിരക്കണം. പിന്നെ അന്വേഷണം എന്ന് പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ എവിഡൻസ് അഡ്യൂസ് ചെയ്യേണ്ടത്? കുറ്റാരോപിതൻ തന്നെ അതിൻ്റെ എവിഡൻസ് അഡ്യൂസ് ചെയ്യണം. എതിർകക്ഷിക്ക് പ്രതിരോധിക്കാനേ പറ്റൂ. ഞാൻ സ്മൃതിക്കെതിരെ ഒരു ആരോപണം പറഞ്ഞാൽ ആ ആരോപണങ്ങൾക്ക് അടിസ്ഥാനപരമായ രേഖകൾ ഹാജരാക്കേണ്ടത് ഞാൻ തന്നെയാണ്, അല്ലാതെ സ്മൃതിയല്ല രേഖകൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ പരിപൂർണമായിട്ട് PV അൻവർ കൊച്ചാരോപണങ്ങളാണോ? ഇവിടെ കസ്റ്റംസ് വഴി സ്വർണ്ണക്കടത്ത് നടക്കുന്നു. അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അത് ഇപ്പോൾ PV അൻവർ പറഞ്ഞത് മാത്രമല്ലല്ലോ. ഈ ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അത് കൊലപാതകം വരുന്നുണ്ട്, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ്. അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറയുന്നു. അപ്പുറത്ത് SP-യുടെ ശബ്ദരേഖ അടക്കം പുറത്തുവിടുന്നു. SP ഇതുവരെ നിഷേധിച്ചിട്ടില്ല തൻ്റെ ശബ്ദമല്ല എന്ന്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അതിലെന്താണ് മാറ്റി നിർത്തിക്കൊണ്ട്, ആ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, സസ്പെൻഷൻ പോട്ടെ, ആ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു ആലോചനയിലേക്ക് പോയോ? ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതല്ലേ. അവിടെ നിർത്തിക്കൊണ്ട് ക്രമസമാധാനത്തിൻ്റെ ചുമതല, കൊലപാതക ആരോപണം നേരിടുന്നയാൾ ക്രമസമാധാന ചുമതല നിർവഹിക്കട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. അവിടെയാണ് പ്രശ്നം.